35 വർഷമായി തുറക്കാതെ കിടന്ന ഒരു കത്ത്. വിരമിക്കുന്ന അവസാന ദിവസം ആ കത്തെത്തിക്കാനിറങ്ങിയ ഒരു വൃദ്ധനായ തപാൽക്കാരൻ. പക്ഷേ ആ കത്ത് തുറന്ന നിമിഷം ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവിതം മാറിമറിഞ്ഞു. എന്തായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്? കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. രാവിലെ 8 മണി. പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ പതിവ് പോലെ ആളുകൾ വന്നു തുടങ്ങി. ആ പോസ്റ്റ് ഓഫീസിൽ എല്ലാവർക്കും സുപരിചിതനായ ഒരാളുണ്ടായിരുന്നു, രാഘവൻ. 62 വയസ്സ്. 35 വർഷമായി അതേ ഗ്രാമത്തിലെ തപാൽക്കാരൻ. ആരുടെയും വീട്ടിൽ ഒരു സന്തോഷ വാർത്ത വന്നാലും ഒരു ദുഃഖവാർത്ത വന്നാലും ആദ്യം എത്തുന്നത് രാഘവനായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികൾ പോലും അദ്ദേഹത്തെ കണ്ടാൽ വിളിക്കും, രാഘവൻ ചേട്ടാ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കത്തുണ്ടോ? അദ്ദേഹം എന്നും ചിരിച്ചുകൊണ്ട് പറയും, ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ വരിക. ആ ചിരിയാണ് ഗ്രാമക്കാർക്ക് രാഘവനെ ഇത്രയും ഇഷ്ടമാക്കിയത്. പക്ഷേ അന്ന് രാഘവൻ്റെ മുഖത്ത് പതിവിലെ ചിരിയില്ലായിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ ജോലിയിലെ അവസാന ദിവസമായിരുന്നു, വിരമിക്കൽ. 35 വർഷം കയ്യിൽ തൂക്കിയിരുന്ന പഴയ തപാൽ ബാഗ് ഇന്ന് അവസാനമായി ചുമക്കുകയാണ്. പോസ്റ്റ് മാസ്റ്റർ എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തെ ആദരിച്ചു. ഒരു ചെറിയ ഉപഹാരവും നൽകി. എല്ലാവരും കൈയടിച്ചു. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ഈ യൂണിഫോം ധരിക്കാൻ കഴിയില്ലല്ലോ, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ആ സമയത്താണ് പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ സ്റ്റോർ റൂം വൃത്തിയാക്കുന്നതിനിടെ പൊടി പിടിച്ച ഒരു മരപ്പെട്ടി പുറത്തേക്ക് കൊണ്ടുവന്നത്. പോസ്റ്റ് മാസ്റ്റർ അത് തുറന്നു. പഴയ രജിസ്റ്ററുകളും കത്തുകളും, അവയ്ക്കിടയിൽ മഞ്ഞ നിറം പിടിച്ച ഒരു കവർ. അതിനു മുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു, അടിയന്തിരം, വ്യക്തിപരമായി കൈമാറുക. തീയതി കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. 1991, അതായത് 35 വർഷം പഴക്കമുള്ള ഒരു കത്ത്. ആ കത്ത് ആരുടെയും കയ്യിലെത്തിയിരുന്നില്ല. രാഘവൻ അത് പതുക്കെ കയ്യിലെടുത്തു. പൊടി തട്ടിക്കളഞ്ഞു. വിലാസം വായിച്ചു. അത് ഇതേ ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കായിരുന്നു. പക്ഷേ ആ വീട്ടുപേര് കേട്ട നിമിഷം രാഘവൻ്റെ മുഖത്തെ ചിരിമാഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ആ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. രാഘവൻ്റെ കൈകൾ ചെറുതായി വിറച്ചു. കവറിന് മുകളിൽ എഴുതിയിരുന്ന വിലാസം വീണ്ടും വായിച്ചു. മീനാക്ഷി അമ്മ, ശാന്തി നിലയം, കിഴക്കേപ്പുറം. ആ പേര് കേട്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഒന്നൊന്നായി തെളിഞ്ഞു. 35 വർഷങ്ങൾക്ക് മുമ്പ് അന്നും ഈ ഗ്രാമത്തിൽ തപാൽക്കാരൻ രാഘവൻ തന്നെയായിരുന്നു. ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ ഈ കത്ത് എത്തിയിരുന്നു. അദ്ദേഹം പതിവ് പോലെ അത് കയ്യിലെടുത്ത് ആ വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ വാതിലിൽ വലിയ പൂട്ടായിരുന്നു. അയൽവാസിയോട് ചോദിച്ചപ്പോൾ ഒരു വാർത്തയാണ് കേട്ടത്. ചേട്ടാ, ഇന്നലെ രാത്രി തന്നെ ആ കുടുംബം ഈ ഗ്രാമം വിട്ടുപോയി. രാഘവൻ പല ദിവസവും അന്വേഷിച്ചു. ബന്ധുക്കളുടെ വീടുകളിലും പോയി. പഴയ വിലാസങ്ങളും നോക്കി. പക്ഷേ മീനാക്ഷി അമ്മയെയും കുടുംബത്തെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിയമപ്രകാരം ആ കത്ത് തിരികെ അയക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ ചില രേഖകൾ മാറിമറിഞ്ഞതും ഓഫീസ് മാറ്റി പണിതതുമൊക്കെയായി ആ കത്ത് പഴയ മരപ്പെട്ടിക്കുള്ളിൽ അകപ്പെട്ടു. അതിനുശേഷം ആരും അതിനെക്കുറിച്ച് ഓർത്തില്ല. ഇന്ന് 35 വർഷങ്ങൾക്ക് ശേഷം ആ കത്ത് വീണ്ടും രാഘവൻ്റെ കയ്യിൽ. പോസ്റ്റ് മാസ്റ്റർ പതുക്കെ ചോദിച്ചു, രാഘവേട്ട, ഇതിപ്പോൾ എന്തു ചെയ്യും? രാഘവൻ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇന്ന് എൻ്റെ ജോലിയിലെ അവസാന ദിവസമാണ്. ഈ കത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ കൊടുത്തിട്ടേ ഞാൻ ഈ യൂണിഫോം അഴിക്കൂ. ഓഫീസിലുണ്ടായിരുന്നവർ പരസ്പരം നോക്കി. ഒരാൾ പറഞ്ഞു, പക്ഷേ 35 വർഷം കഴിഞ്ഞല്ലോ, ആ ആളുകൾ ഇപ്പോഴും ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയില്ല. രാഘവൻ പുഞ്ചിരിച്ചു, അറിയില്ല. പക്ഷേ അന്വേഷിക്കാതെ ഞാൻ തോൽക്കില്ല. അദ്ദേഹം പഴയ തപാൽ ബാഗ് തോളിലേറ്റി. ബാഗിനുള്ളിൽ ആ ഒരൊറ്റ കത്ത് മാത്രം. പുറത്തിറങ്ങുമ്പോൾ സഹപ്രവർത്തകർ കൈയടിച്ചു. ആരൊക്കെയോ പറഞ്ഞു, രാഘവേട്ടൻ അവസാന ദിവസവും ഒരു തപാൽക്കാരനായിട്ടാണ് പോകുന്നത്. ആദ്യം അദ്ദേഹം പഴയ വിലാസത്തിലേക്ക് പോയി. അവിടെ ആ പഴയ വീടില്ലായിരുന്നു. പകരം ഒരു പുതിയ ഇരുനില വീട്. വാതിൽ തുറന്ന യുവാവിനോട് അദ്ദേഹം ചോദിച്ചു, മോനെ, ഇവിടെ മുമ്പ് മീനാക്ഷി അമ്മ എന്നൊരാൾ താമസിച്ചിരുന്നില്ലേ? യുവാവ് കുറച്ചു നേരം ആലോചിച്ചു. എനിക്കറിയില്ല അച്ചായ, ഞങ്ങൾ ഈ വീട് വാങ്ങിയത് 10 വർഷം മുമ്പാണ്. രാഘവൻ്റെ മുഖം മങ്ങി. അപ്പോഴാണ് വീടിൻ്റെ അകത്തു നിന്ന് ഒരു വയോധിക സ്ത്രീ പുറത്തു വന്നത്. രാഘവനെ കണ്ടതും അവർ അമ്പരന്നു. രാഘവ, നീയാണോ? രാഘവൻ സൂക്ഷിച്ചു നോക്കി. സരസ്വതി ചേച്ചി, അതെ. നീ ഇപ്പോഴും തപാൽക്കാരനാണോ? രാഘവൻ ചിരിച്ചു. ഇന്ന് അവസാന ദിവസമാണ്. അദ്ദേഹം ആ കത്ത് കാണിച്ചു. ചേച്ചി, മീനാക്ഷി അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആ ചോദ്യം കേട്ടതും സരസ്വതി ചേച്ചിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. വിറയുന്ന ശബ്ദത്തിൽ അവർ പറഞ്ഞു, അവളെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ആ സത്യം കേൾക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ രാഘവ? ആ വാക്കുകൾ കേട്ടപ്പോൾ രാഘവൻ്റെ ഹൃദയം ശാന്തമായി മിടിക്കാൻ തുടങ്ങി. ആ കത്തിനുള്ളിൽ എന്തായിരുന്നു? മീനാക്ഷി അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്?
സുധി ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാഘവൻ പതുക്കെ ചോദിച്ചു, ചേച്ചി എന്താണ് സംഭവിച്ചത്? അവർ ഒരു ദീർഘനിശ്വാസം വിട്ടു. രാഘവ, 35 വർഷം മുമ്പ് മീനാക്ഷി ഒറ്റ രാത്രി കൊണ്ട് ഈ ഗ്രാമം വിട്ടുപോയത് വെറുതെ ആയിരുന്നില്ല. എന്തുകൊണ്ട്? അവളുടെ ഭർത്താവ് ഗോവിന്ദൻ ഒരു വലിയ അപകടത്തിൽ മരിച്ചു. രാഘവൻ നിശബ്ദനായി കേട്ടുനിന്നു. അന്ന് അവൾക്ക് കൂടെയുണ്ടായിരുന്ന ചെറിയ ഒരു മകൻ മാത്രമായിരുന്നു. കടവും ദാരിദ്ര്യവും ആളുകളുടെ കുറ്റപ്പെടുത്തലും ഒന്നും താങ്ങാൻ കഴിയാതെ അവൾ മകനെയും കൂട്ടി നാടുവിട്ടു. രാഘവൻ്റെ മനസ്സ് വേദനിച്ചു. പിന്നെ അവൾ എവിടേക്കാണ് പോയത്? സരസ്വതി ചേച്ചി തലകുലുക്കി. ആർക്കും അറിയില്ല. വർഷങ്ങളോളം ഒരു വിവരവുമില്ല. അവർ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, പക്ഷേ 3 മാസം മുമ്പ് ഞാൻ അവളെ വീണ്ടും കണ്ടു. രാഘവൻ ഞെട്ടി. എവിടെ? ജില്ലാ ആശുപത്രിയിൽ. അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ് താമസം. രാഘവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിഞ്ഞു. ആ വൃദ്ധസദനം എവിടെയാണ്? സരസ്വതി ചേച്ചി ഒരു ചെറിയ കടലാസിൽ വിലാസം എഴുതി നൽകി. ഇവിടെയാണ്. രാഘവൻ ആ കടലാസ് സൂക്ഷിച്ച് പോക്കറ്റിൽ വെച്ചു. കത്ത് വീണ്ടും കയ്യിലെടുത്ത് മനസ്സിൽ പറഞ്ഞു, ഇന്ന് ഈ കത്ത് അവളുടെ കയ്യിലെത്തും. വൈകുന്നേരം 4 മണിയോടെ രാഘവൻ ആ വൃദ്ധസദനത്തിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. പഴയ ഒരു കെട്ടിടം. മുറ്റത്ത് കുറച്ച് വൃദ്ധർ നിശബ്ദമായി ഇരിക്കുന്നു. അകത്തേക്ക് കയറിയ രാഘവൻ ഓഫീസിൽ ചെന്നു. മീനാക്ഷി അമ്മയെ ഒന്ന് കാണണം. ഓഫീസിലിരുന്ന ജീവനക്കാരി രജിസ്റ്റർ നോക്കി. പിന്നെ രാഘവനെ നോക്കി. നിങ്ങൾ ആരാണ്? ഞാൻ തപാൽക്കാരനാണ്. അവർക്കൊരു കത്തുണ്ട്. ജീവനക്കാരിയുടെ മുഖം പെട്ടെന്ന് മാറി. അവർ സങ്കടത്തോടെ പറഞ്ഞു, നിങ്ങൾ 5 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ. രാഘവൻ ഹൃദയം ഒന്ന് പിടഞ്ഞു. എന്താണ്? മീനാക്ഷി അമ്മ 5 ദിവസം മുമ്പ് മരിച്ചു. ആ വാക്കുകൾ കേട്ടതും രാഘവൻ്റെ കയ്യിൽ നിന്ന് കത്ത് താഴേക്ക് വീണു. 35 വർഷം കാത്തിരുന്ന ആ കത്ത് അവസാനം എത്തുമ്പോൾ അതിൻ്റെ അവകാശി ഈ ലോകത്ത് ഇല്ലായിരുന്നു. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പതുക്കെ നിലത്ത് നിന്ന് കത്തെടുത്തു. ഇനി ഞാൻ എന്തു ചെയ്യും? ജീവനക്കാരി മെല്ലെ പറഞ്ഞു. അവർക്കൊരു മകനുണ്ട്. പക്ഷേ അയാൾക്ക് അമ്മയുമായി 20 വർഷമായി യാതൊരു ബന്ധവുമില്ല. രാഘവൻ അമ്പരന്നു. എന്തുകൊണ്ട്? ജീവനക്കാരി മറുപടി പറയുന്നതിന് മുമ്പ് പിന്നിൽ നിന്നൊരു വയോധികൻ പറഞ്ഞു, ആ കത്തിനുള്ളിലെ സത്യം അറിയാതെ ആ മകൻ തൻ്റെ അമ്മയെ ജീവിതകാലം മുഴുവൻ വെറുത്തിരുന്നു. ആ വാക്കുകൾ കേട്ട രാഘവൻ ഞെട്ടി. ആ കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നത്? സദനത്തിലെ ആ വയോധികൻ്റെ വാക്കുകൾ കേട്ട് രാഘവൻ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. ആ കത്തിൽ എന്താണുള്ളത്? അദ്ദേഹം പതുക്കെ ചോദിച്ചു. വയോധികൻ ഒരു കസേരയിലിരുന്നു. എനിക്ക് മുഴുവൻ കാര്യവും അറിയില്ല. പക്ഷേ മീനാക്ഷി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു കത്ത് സമയത്ത് എത്തിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം ഒരിക്കലും പിരിയില്ലായിരുന്നു. ആ വാക്കുകൾ രാഘവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ തട്ടി. അദ്ദേഹം കയ്യിലിരുന്ന മഞ്ഞ നിറം പിടിച്ച കത്തിലേക്ക് നോക്കി. ഇതാണോ ആ കത്ത്? വൃദ്ധസദനത്തിലെ ജീവനക്കാരി ഒരു പഴയ ഫയൽ കൊണ്ടുവന്നു. മീനാക്ഷി അമ്മ ഇവിടെ വന്നപ്പോൾ ഒരു കോണ്ടാക്ട് നമ്പർ മാത്രമാണ് എഴുതിയിരുന്നത്. ആരുടേതാണ്? അവരുടെ മകൻ അരുൺ. രാഘവൻ്റെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. അദ്ദേഹം ഉടൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ പലതവണ റിങ് ചെയ്തു. ഒടുവിൽ ഒരു ശബ്ദം. ഹലോ മോനെ, ഞാൻ രാഘവൻ, ഒരു തപാൽക്കാരനാണ്. എന്താണ് കാര്യം? നിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഫോണിൻ്റെ മറുവശം നിശബ്ദമായി. അല്പസമയം കഴിഞ്ഞ് അയാൾ കടുപ്പത്തിൽ പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയെക്കുറിച്ച് ഒന്നും കേൾക്കേണ്ട. രാഘവൻ അമ്പരന്നു. മോനെ, അവർ എൻ്റെ അമ്മയല്ല, ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ ആളാണ്. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. രാഘവൻ ദീർഘനിശ്വാസം വിട്ടു. വൃദ്ധസദനത്തിലെ ജീവനക്കാരി മെല്ലെ പറഞ്ഞു, ഇതാണ് 20 വർഷമായി നടക്കുന്നത്. ഓരോ വർഷവും മീനാക്ഷി അമ്മ അദ്ദേഹത്തെ വിളിക്കും. പക്ഷേ അയാൾ ഒരിക്കലും സംസാരിക്കാറില്ല. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ മകൻ സത്യം അറിയുന്നില്ല. രാത്രി വീട്ടിലേക്ക് പോയില്ല. ഒരു ബെഞ്ചിലിരുന്ന് ആ കത്ത് കയ്യിൽ പിടിച്ച് ആലോചിച്ചു. ഈ കത്ത് ഞാൻ തുറക്കാൻ പാടില്ല. പക്ഷേ ഇത് അവൻ്റെ കയ്യിൽ എത്തിക്കണം. അടുത്ത ദിവസം മുതൽ അദ്ദേഹം വിരമിച്ച ആളായിരുന്നു. നിയമപരമായി ഇനി തപാൽക്കാരനല്ല. എങ്കിലും മനസ്സാക്ഷി അദ്ദേഹത്തെ വിട്ടില്ല. ഈ ഒരു ജോലി പൂർത്തിയാക്കിയിട്ടേ എനിക്ക് സമാധാനം കിട്ടൂ. പിറ്റേന്ന് രാവിലെ രാഘവൻ വീണ്ടും അരുണിനെ വിളിച്ചു. ഈ പ്രാവശ്യം അയാൾ ഫോൺ എടുത്തില്ല. ഒരു സന്ദേശം മാത്രം അയച്ചു. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. രാഘവൻ നിരാശനായി ഫോൺ പോക്കറ്റിലിട്ടു. അപ്പോഴാണ് വൃദ്ധസദനത്തിലെ ജീവനക്കാരി ഓടി വന്നത്. രാഘവേട്ട, ഇത് മീനാക്ഷി അമ്മയുടെ സാധനങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അവർ ഒരു ചെറിയ മരപ്പെട്ടി കൈമാറി. അതിന് മുകളിൽ എഴുതിയിരുന്നത്, എൻ്റെ മകൻ അരുൺ മാത്രം തുറക്കുക. രാഘവൻ്റെ ശരീരം വിറച്ചു. ഇപ്പോൾ ഒരു കത്ത് മാത്രമല്ല, ഒരു രഹസ്യപ്പെട്ടി കൂടി. ആ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നു? അതിന് 35 വർഷം പഴക്കമുള്ള ആ കത്തിനുമായി എന്ത് ബന്ധമായിരുന്നു? ആ രഹസ്യമറിഞ്ഞാൽ അരുണിൻ്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുകയായിരുന്നു. മീനാക്ഷി അമ്മയുടെ ചെറിയ മരപ്പെട്ടി രാഘവൻ പതുക്കെ കയ്യിൽ വാങ്ങി. പെട്ടിക്ക് മുകളിൽ
വ്യക്തമായി എഴുതിയിരുന്നു. എൻ്റെ മകൻ അരുൺ മാത്രം തുറക്കുക. ആ എഴുത്ത് കണ്ടപ്പോൾ രാഘവൻ്റെ മനസ്സ് കൂടുതൽ ഭാരമായി. ഒരു വശത്ത് 35 വർഷം പഴക്കമുള്ള ഒരു കത്ത്, മറ്റൊരു വശത്ത് മരിക്കുന്നതിന് മുമ്പ് അമ്മ സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി. രണ്ടും എത്തേണ്ടത് ഒരേ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക്, അരുണിൻ്റെ കയ്യിലേക്ക്. ആ രാത്രി രാഘവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വീണ്ടും വീണ്ടും അരുണിനെ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. ഒടുവിൽ അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. മോനെ, ഞാൻ നിൻ്റെ അമ്മയെക്കുറിച്ച് നിന്നെ കുറ്റപ്പെടുത്താനല്ല വിളിക്കുന്നത്. നിൻ്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രം എന്നെ ഒന്ന് കാണൂ. അതിനുശേഷം നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ അംഗീകരിക്കും. സന്ദേശം അയച്ച ശേഷം രാഘവൻ ഫോൺ മേശപ്പുറത്ത് വെച്ചു. പിറ്റേന്ന് രാവിലെ ഫോൺ ബെൽ മുഴങ്ങി. സ്ക്രീനിൽ അരുൺ. രാഘവൻ ഉടൻ കോൾ എടുത്തു. ഹലോ. അപ്പുറത്തു നിന്ന് ഗൗരവമുള്ള ശബ്ദം. ഞാൻ വൈകുന്നേരം 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരാം. 10 മിനിറ്റ് മാത്രം. അതിനുശേഷം എന്നെ വീണ്ടും വിളിക്കരുത്. ഫോൺ കട്ട് ചെയ്തു. രാഘവൻ ദീർഘനിശ്വാസം വിട്ടു. ദൈവത്തിന് നന്ദി. ഇനി ബാക്കി സത്യം പറയുക മാത്രമാണ്. വൈകുന്നേരം 5 മണി. റെയിൽവേ സ്റ്റേഷനിലെ പഴയ ബെഞ്ചിൽ രാഘവൻ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ആ പഴയ കത്തും ചെറിയ മരപ്പെട്ടിയും. കുറച്ചു കഴിഞ്ഞപ്പോൾ കറുത്ത ഷർട്ട് ധരിച്ച ഒരു 35 വയസ്സുള്ള ഒരു യുവാവ് അവിടേക്ക് വന്നു. അരുൺ. അവൻ്റെ മുഖത്ത് ഒരു വികാരവുമില്ല. പറയൂ, എനിക്കധിക സമയമില്ല. രാഘവൻ പതുക്കെ എഴുന്നേറ്റു. മോനെ, ആദ്യം ഇത് നോക്ക്. അദ്ദേഹം കത്ത് നീട്ടി. അരുണ് ഒറ്റ നോട്ടം നോക്കി. ഇതെനിക്ക് വേണ്ട. അത് നിൻ്റെ അമ്മയ്ക്ക് വന്ന കത്താണ്, 35 വർഷം മുമ്പ്. അരുണിൻ്റെ മുഖത്ത് ചെറിയൊരു മാറ്റം. എന്ത്? അതെ, പക്ഷേ അത് ഒരിക്കലും അവരുടെ കയ്യിൽ എത്തിയില്ല. രാഘവൻ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം പറഞ്ഞു. കത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു? വീണ്ടും എങ്ങനെ കിട്ടി? അമ്മയെ എങ്ങനെ അന്വേഷിച്ചു? വൃദ്ധസദനത്തിൽ എത്തിയപ്പോൾ എന്തു സംഭവിച്ചു? എല്ലാം. അരുൺ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ചോദിച്ചു, അമ്മ അവർ ശരിക്കും? രാഘവൻ പതുക്കെ തലകുനിച്ചു. അതേ മോനെ, 5 ദിവസം മുമ്പ്. അരുണ് മുഖം തിരിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും കരയാൻ ശ്രമിച്ചില്ല അവൻ. രാഘവൻ കയ്യിലുണ്ടായിരുന്ന മരപ്പെട്ടി അവൻ്റെ നേരെ നീട്ടി. ഇത് മരിക്കുന്നതിന് മുമ്പ് നിനക്കായി സൂക്ഷിച്ചതാണ്. അരുണിൻ്റെ കൈകൾ വിറച്ചു. പക്ഷേ അവനത് വാങ്ങിയില്ല. ഇല്ല, എനിക്കിത് അതൊന്നും വേണ്ട. രാഘവൻ മെല്ലെ പറഞ്ഞു. നീ തുറക്കാതിരുന്നാൽ നിന്റെ അമ്മയുടെ അവസാന ആഗ്രഹം പൂർത്തിയാകില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ പതുക്കെ മരപ്പെട്ടി കയ്യിൽ വാങ്ങി. അത് തുറക്കാൻ പോകുമ്പോൾ രാഘവൻ അവനെ തടഞ്ഞു. 1 മിനിറ്റ്. ആദ്യം ഈ കത്ത് വായിക്കൂ. അരുൺ വിറയുന്ന കൈകളോടെ 35 വർഷം പഴക്കമുള്ള ആ കത്തിൻ്റെ കവർ പതുക്കെ തുറന്നു. അതിനുള്ളിൽ മഞ്ഞ നിറം പിടിച്ച 2 പേജുകൾ. ആദ്യ വരി വായിച്ച നിമിഷം അരുണിൻ്റെ മുഖത്തെ ഭാവം പൂർണ്ണമായി മാറി. അവൻ വിറച്ചുകൊണ്ട് വീണ്ടും വായിച്ചു. പ്രിയ മീനാക്ഷി, നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം അറിയിക്കാനാണ് ഈ കത്ത്. ആ സത്യം അരുണിൻ്റെ ജീവിതം മാത്രമല്ല, അമ്മയെക്കുറിച്ച് അവൻ വിശ്വസിച്ചിരുന്നതെല്ലാം തകർക്കാൻ പോകുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ആ പഴയ ബെഞ്ചിൽ അരുണിൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. 35 വർഷം പഴക്കമുള്ള ആ കത്തിൻ്റെ ആദ്യ വരി വായിച്ചത് മാത്രം അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിത്തുടങ്ങി. രാഘവൻ നിശബ്ദനായി അവൻ്റെ മുന്നിൽ നിന്നു. കത്തിനുള്ളിൽ എഴുതിയിരുന്നത്, പ്രിയ മീനാക്ഷി, നിങ്ങളുടെ ഭർത്താവ് ഗോവിന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായി. അദ്ദേഹം അപകടത്തിൽ മരിച്ചതല്ല, മറ്റൊരാളുടെ അശ്രദ്ധ മൂലമാണ് അപകടം സംഭവിച്ചത്. സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആവശ്യമായ രേഖകളുമായി 1 മാസത്തിനുള്ളിൽ ഓഫീസിൽ ഹാജരാകുക. അരുണിൻ്റെ കണ്ണുകൾ വികസിച്ചു. അവൻ വീണ്ടും വീണ്ടും ആ വരികൾ വായിച്ചു. വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു, അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ? രാഘവൻ പതുക്കെ തലകുനിക്കി. ഇല്ല മോനെ, ഈ കത്ത് അവരുടെ കയ്യിൽ എത്താതിരുന്നത് കൊണ്ടാണ് അവർക്ക് സത്യം അറിയാൻ കഴിയാതിരുന്നത്. അരുണിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴാൻ തുടങ്ങി. ഞാൻ ഈ ജീവിതകാലം മുഴുവൻ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന് വിശ്വസിച്ചു. രാഘവൻ അവൻ്റെ തോളിൽ കൈവച്ചു. ചില സത്യങ്ങൾ വൈകിയാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അരുണ് കത്തിനൊപ്പമുണ്ടായിരുന്ന പഴയ രേഖകളും നോക്കി. അതിൽ വ്യക്തമായി എഴുതിയിരുന്നു, നഷ്ടപരിഹാര തുക. ആ തുക കിട്ടിയിരുന്നെങ്കിൽ വീട് വിറ്റു പോകേണ്ടി വരില്ലായിരുന്നു, പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു, നാട് വിട്ടു പോകേണ്ടി വരില്ലായിരുന്നു. അരുണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒരു തവണ പോലും അമ്മയുടെ വാക്ക് കേൾക്കാൻ ശ്രമിച്ചില്ല. രാഘവൻ പതുക്കെ പറഞ്ഞു, മോനെ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് മാത്രമാണ് ഇവിടെ ഉള്ളവരോട് പറഞ്ഞത്. അരുണ് കണ്ണുനീർ തുടച്ചു നോക്കി. എന്താണ്? ഒരു ദിവസം എൻ്റെ മകൻ സത്യം അറിയും. അപ്പോൾ അവൻ എന്നെ വെറുക്കാതെ ഓർത്താൽ മാത്രം മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന് തൻ്റെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല. രാഘവൻ മരപ്പെട്ടി അവൻ്റെ മുന്നിലേക്ക് നീക്കി. ഇനി ഇത് തുറക്കൂ. അരുണ് പതുക്കെ പൂട്ടു തുറന്നു. അകത്ത് ഒരു പഴയ ഫോട്ടോ. അമ്മയും 7 വയസ്സുള്ള കുഞ്ഞായിരുന്ന അരുണും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം. ഫോട്ടോയുടെ താഴെ ഒരു ചെറിയ തുണിസഞ്ചി.
അതിനുള്ളിൽ അരുണ് കുട്ടിക്കാലത്ത് ധരിച്ചിരുന്ന വെള്ളി അരഞ്ഞാണം, അതിനിടയിൽ ഒരു മടക്കിയ കടലാസ്, അതിൽ മീനാക്ഷി സ്വന്തം കൈപ്പടയിൽ എഴുതിയിരുന്നത്: മോനെ അരുൺ, നീ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ഈ ലോകത്ത് ഉണ്ടാകില്ല. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഓരോ കഷ്ടപ്പാടും സഹിച്ചത്. ഒരു ദിവസം സത്യം അറിയുമ്പോൾ എന്നോട് ക്ഷമിക്കണം മോനെ. ആ കത്ത് വായിച്ച് തീരുന്നതിന് മുമ്പേ അരുൺ പൊട്ടിക്കരഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലിരുന്ന ആളുകൾ പോലും ആ കാഴ്ച കണ്ട് നിശബ്ദരായി. പക്ഷേ ആ സമയത്ത് രാഘവൻ്റെ ഫോൺ മുഴങ്ങി. പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാർത്ത അരുണിനെയും രാഘവനെയും ഒരുപോലെ ഞെട്ടിച്ചു. ആ കത്തുമായി ബന്ധപ്പെട്ട ഫയലിൽ മറ്റൊരു രേഖ കൂടി ഉണ്ടായിരുന്നു. രാഘവേട്ട, ആ പഴയ ഫയൽ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു രജിസ്റ്റർ കൂടി കിട്ടി. എന്താണ് അതിൽ? 1991 വന്ന ആ കത്ത് തിരികെ അയച്ചിട്ടില്ല. പക്ഷേ അതിനൊപ്പം വന്ന ഔദ്യോഗിക രേഖകളുടെ നമ്പർ അതിലുണ്ട്. അതുകൊണ്ട് ആ ഓഫീസിൽ നിന്ന് ഇപ്പോഴും അതിൻ്റെ പകർപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം രാവിലെ രാഘവനും അരുണും ചേർന്ന് ആ ജില്ലാ ഓഫീസിലെത്തി. പഴയ റെക്കോർഡ് റൂമിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടന്നു. ഒടുവിൽ പൊടി പിടിച്ച ഒരു വലിയ രജിസ്റ്റർ ഉദ്യോഗസ്ഥൻ പുറത്തെടുത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അതേ ഫയൽ നമ്പർ, അതിനുള്ളിൽ ഒരു രേഖ. ഉദ്യോഗസ്ഥൻ അത് പതുക്കെ വായിച്ചു. മീനാക്ഷി ഗോവിന്ദന് അനുവദിച്ച നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും അവർ ഹാജരാകാത്തതിനാൽ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ചു. അവകാശികൾ ആവശ്യമായ രേഖകളുമായി ഹാജരായാൽ നിയമാനുസൃതമായി തുക നൽകാവുന്നതാണ്. അരുണ് അമ്പരന്നു നിന്നു. ഇതെല്ലാം ഇത്ര വർഷമായിട്ടും? ഉദ്യോഗസ്ഥൻ ശാന്തമായി പറഞ്ഞു. നിയമ നടപടികൾ പൂർത്തിയാക്കിയാൽ അവകാശികൾക്ക് ഇപ്പോഴും അപേക്ഷിക്കാം. എത്ര തുകയും ലഭിക്കുമെന്നത് നിലവിലെ നിയമങ്ങളും പലിശയും വിധിച്ച ശേഷമേ പറയാനാകൂ. രാഘവൻ അരുണിനെ നോക്കി. കാണുന്നോ മോനെ, നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടത് ഒരിക്കലും അവർക്ക് ലഭിച്ചില്ല. അരുണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി. പക്ഷേ അമ്മ ഒരു തെറ്റും ചെയ്തിരുന്നില്ല. അവൻ രാഘവൻ്റെ കൈപിടിച്ചു. രാഘവൻ ചേട്ടാ, നിങ്ങൾ വിരമിച്ച ശേഷവും ഈ ഒരു കത്തിന് വേണ്ടി ഇത്രയും ഓടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയെ തെറ്റിദ്ധരിച്ചേനെ. രാഘവൻ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ചെയ്തത് എൻ്റെ ജോലി മാത്രമാണ്. അല്പം വൈകിയെങ്കിലും ഒരു കത്ത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തി. അന്നേ വൈകുന്നേരം അരുണ് അമ്മയുടെ ശവകുടീരത്തിലെത്തി. ഒരു വെള്ള റോസാപ്പൂവ് അവിടെ വെച്ചു. വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു: അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇനി നിങ്ങളുടെ പേരിൽ ഞാൻ ജീവിക്കും. രാഘവൻ കുറച്ചകലെ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു. 35 വർഷമായി വഴിതെറ്റിയ ഒരു കത്ത് ഒടുവിൽ ഒരു അമ്മയുടെ സത്യം മകൻ്റെ ഹൃദയത്തിൽ എത്തിച്ചിരുന്നു. അമ്മയുടെ ശവകുടീരത്തിൽ നിന്ന് മടങ്ങിയെങ്കിലും അരുണിൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടായില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞത്. അന്നു രാത്രി അമ്മയുടെ പഴയ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ രാഘവൻ അരുണിൻ്റെ വീട്ടിലെത്തി. മോനെ, ഇനിയൊരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയാണ്? നിങ്ങൾ താമസിച്ചിരുന്ന പഴയ വീട്ടിലേക്ക്. അരുൺ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവിടെ ഇനി എന്താണുള്ളത്? രാഘവൻ ചെറുചിരിയോടെ പറഞ്ഞു. ചില സത്യങ്ങൾ സ്ഥലങ്ങൾക്കും പറയാനുണ്ടാവും. അവർ പഴയ ഗ്രാമത്തിലെത്തി. ഒരിക്കൽ മീനാക്ഷിയും കുഞ്ഞൻ അരുണും താമസിച്ചിരുന്ന വീടിൻ്റെ സ്ഥാനത്തിപ്പോൾ ഇരുനില മറ്റൊരു വീടാണ്. അരുൺ പതുക്കെ ആ വീടിൻ്റെ മുന്നിൽ നിന്നു. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവസാനമായി ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് 7 വയസ്സായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു 70കാരി അമ്മ പുറത്തു വന്നത്. രാഘവനെ കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. രാഘവ, ഇതാരാണ്? രാഘവൻ പുഞ്ചിരിച്ചു. ചേച്ചി, ഇത് മീനാക്ഷിയുടെ മകൻ അരുണാണ്. ആ അമ്മ കണ്ണുകൾ നിറഞ്ഞു. അവർ ഓടി വന്ന് അരുണിൻ്റെ കൈ പിടിച്ചു. മോനെ, നിന്നെ ഒരിക്കൽ കൂടി കാണുമെന്ന് ഞാൻ കരുതിയില്ല. അരുൺ മെല്ലെ ചോദിച്ചു. അമ്മ, എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു? ആ ചോദ്യം കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. മോനെ, നിന്റെ അമ്മയെപ്പോലെ കഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ഭക്ഷണം കിട്ടാൻ അവൾ പല രാത്രികളിലും പട്ടിണി കിടന്നിട്ടുണ്ട്. നീ ഉറങ്ങിയ ശേഷം വീടായി പോയി തുന്നൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നിന്നെ അത് അറിയിച്ചില്ല. അരുണിന് തല ഉയർത്തി നിൽക്കാൻ ഒട്ടും കഴിഞ്ഞില്ല. അമ്മച്ചി വീടിനകത്തു പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു പഴയ ഇരുമ്പ് പെട്ടിയുമായി പുറത്തു വന്നു. ഇത് നിങ്ങൾ പോകുമ്പോൾ മീനാക്ഷി എനിക്ക് തന്നതാണ്. അവൾ പറഞ്ഞത് ഒരു ദിവസം എൻ്റെ മകൻ തിരികെ വന്നാൽ അത് അവന് കൊടുക്കണമെന്നാണ്. അരുണിൻ്റെ കൈകൾ വിറച്ചു. അവൻ പതുക്കെ പെട്ടി തുറന്നു. അതിനുള്ളിൽ കുഞ്ഞായിരുന്നപ്പോൾ ധരിച്ചിരുന്ന ഒരു ചെറിയ ഷർട്ട്, ആദ്യ ക്ലാസ്സിലെ പ്രോഗ്രസ് കാർഡ്, ഒരു പൊട്ടിയ കളിപ്പാട്ടങ്ങൾ, അതിനിടയിൽ ഒരു ചെറിയ ഡയറി, മീനാക്ഷിയുടെ കൈപ്പട. ആദ്യ പേജ് തുറന്നപ്പോൾ എഴുതിയിരുന്നത്: ഇന്ന് എൻ്റെ മോൻ ആദ്യമായി സ്കൂളിൽ പോയി. അവൻ ഡോക്ടറോ വലിയ ഉദ്യോഗസ്ഥനോ
ആവണമെന്നാണ് എൻ്റെ സ്വപ്നം. എനിക്കൊന്നും വേണ്ട. അവൻ സന്തോഷമായി ജീവിച്ചാൽ മാത്രം മതി. ആ വരികൾ വായിച്ചപ്പോൾ അരുണിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ പഴയ വീട്ടുമുറ്റത്ത് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. രാഘവനും അമ്മച്ചിയും നിശബ്ദമായി നിന്നു. പക്ഷേ ആ ഡയറിയുടെ അവസാന പേജിൽ മീനാക്ഷി എഴുതിയിരുന്ന ഒരു വരി അരുണിനെ വീണ്ടും ഞെട്ടിച്ചു. എൻ്റെ മോൻ ഒരിക്കൽ തിരികെ വന്നാൽ അവനോട് പറയണം, ഞാൻ അവനെ ഒരു ദിവസവും വെറുത്തിട്ടില്ല. ആ ഒരു വരി അരുണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവായി മാറി. പഴയ ഡയറി നെഞ്ചോട് ചേർത്ത് അരുൺ കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. മീനാക്ഷി അമ്മയുടെ ഓരോ വരിയും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. രാഘവൻ മെല്ലെ അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ, ഇനി നിന്റെ അമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റേണ്ട സമയമാണ്. അരുൺ കണ്ണുനീർ തുടച്ചു. എന്താണ് ചേട്ടാ? നിന്റെ അമ്മയുടെ പേര് ആരും മറക്കാൻ പാടില്ല. അടുത്ത ദിവസം രാവിലെ രാഘവനും അരുണും വീണ്ടും ജില്ലാ ഓഫീസിലെത്തി. പഴയ ഫയലുകളും രേഖകളും പരിശോധിച്ച് ആവശ്യമായ അപേക്ഷകൾ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ കേസ് വളരെ പഴയതാണ്, അതിനാൽ കുറച്ചു സമയമെടുക്കും. അരുൺ ശാന്തമായി മറുപടി പറഞ്ഞു. 35 വർഷം കാത്തിരുന്നു, ഇനി കുറച്ചു മാസം കൂടി കാത്തിരിക്കാം. രാഘവൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്നലെ വരെ ദേഷ്യവും വെറുപ്പും മാത്രമുണ്ടായിരുന്ന ആ യുവാവിൽ ഇന്ന് ക്ഷമയും പക്വതയും നിറഞ്ഞിരുന്നു. 3 മാസം കഴിഞ്ഞു. ഒരു ദിവസം അരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സാർ, നിങ്ങളുടെ ഫയൽ അംഗീകരിച്ചു, ഓഫീസിലേക്ക് ഒന്ന് വരണം. അരുൺ രാഘവനെയും കൂട്ടി ഓഫീസിലെത്തി. എല്ലാ നടപടികളും പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥൻ ഫയൽ അടച്ചു പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് ലഭിക്കേണ്ട അവകാശം നിയമപ്രകാരം അനുവദിച്ചിട്ടുണ്ട്. അരുൺ കണ്ണുകൾ അടച്ചു. അമ്മേ, വൈകിയെങ്കിലും നിങ്ങൾക്ക് നീതി കിട്ടി. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാഘവൻ ചോദിച്ചു, മോനെ, ഇനി എന്താണ് തീരുമാനം? അരുൺ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, ആ പണം മുഴുവൻ എനിക്ക് മാത്രം ഉപയോഗിക്കാൻ മനസ്സില്ല. എന്തുകൊണ്ട്? കാരണം ഇത് എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ വിലയാണ്. ആ കണ്ണീരിന് ഒരു അർത്ഥം ഉണ്ടാകണം. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ ചെറിയൊരു ചടങ്ങ് നടന്നു. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഓരോ വർഷവും പഠന സഹായം നൽകുന്ന ഒരു ട്രസ്റ്റ് ആരംഭിച്ചു. അതിൻ്റെ പേര് മീനാക്ഷി അമ്മ സ്മാരക വിദ്യാഭ്യാസ നിധി. ആ ട്രസ്റ്റിൻ്റെ ആദ്യ ചെക്ക് ഒരു അനാഥയായ കൊച്ചുമിടുക്കിക്ക് നൽകി. ആ കുട്ടി സന്തോഷത്തോടെ ചിരിച്ചപ്പോൾ അരുണിന് തൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വന്നു. ചടങ്ങ് കഴിഞ്ഞപ്പോൾ അരുണ് എല്ലാവരുടെയും മുന്നിൽ രാഘവനെ വേദിയിലേക്ക് വിളിച്ചു. അവൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ മനസ്സിലാക്കാൻ കാരണം ഈ മനുഷ്യനാണ്. ഒരു തപാൽക്കാരൻ തൻ്റെ ജോലി അവസാനിച്ച ശേഷവും ഒരു കത്തിൻ്റെ ഉത്തരവാദിത്തം മറന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടിയത്. സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. രാഘവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകളാണ് എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചത്. കത്ത് എത്തിക്കുക എന്നത് എൻ്റെ ജോലിയായിരുന്നു. പക്ഷേ ഒരു അമ്മയുടെ സ്നേഹം മകൻ്റെ ഹൃദയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചടങ്ങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. പക്ഷേ അരുണ് മാത്രം വേദിയിൽ നിന്ന് ഇറങ്ങിയില്ല. അവൻ പതുക്കെ മൈക്ക് വീണ്ടും കയ്യിലെടുത്തു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും വീണ്ടും നിശബ്ദരായി. അരുണ് രാഘവനെ നോക്കി പിന്നെ പറഞ്ഞു, 35 വർഷം മുമ്പ് ഒരു കത്ത് സമയത്ത് എത്തിയില്ല. അതുകൊണ്ട് ഒരു അമ്മയുടെ ജീവിതം മാറി, ഒരു മകൻ്റെ ജീവിതവും മാറി. പക്ഷേ ഇന്ന് ആ കത്ത് എനിക്കൊരു പാഠം പഠിപ്പിച്ചു. അരുണ് കയ്യിലുണ്ടായിരുന്ന പഴയ മഞ്ഞ നിറം പിടിച്ച കത്ത് ഉയർത്തിക്കാട്ടി. ഈ കത്തിന് വില പേപ്പറിനല്ല, എൻ്റെ അമ്മയുടെ കണ്ണീരിൻ്റെ വിലയാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. അരുണ് വേദിയിൽ നിന്ന് ഇറങ്ങി രാഘവൻ്റെ അടുത്തെത്തി. പെട്ടെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ചേട്ടാ, എൻ്റെ അമ്മയെ എനിക്ക് തിരികെ തന്നത് നിങ്ങളാണ്. രാഘവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അല്ല മോനെ, ഞാൻ ചെയ്തത് ഒരു തപാൽക്കാരൻ്റെ കടമ മാത്രമാണ്. അരുൺ ഒരു തീരുമാനം കൂടി എടുത്തു. ചെറിയൊരു വീട് വാങ്ങി. ആ വീടിൻ്റെ വശത്ത് ഒരു ചെറിയ ബോർഡ് സ്ഥാപിച്ചു. അതിൽ എഴുതിയിരുന്നത് മീനാക്ഷി സ്മൃതി വായനശാല. അതിൻ്റെ താഴെ ഒരു അമ്മയുടെ സ്നേഹത്തിനും ഒരു തപാൽക്കാരൻ്റെ ആത്മാർത്ഥതയ്ക്കും സമർപ്പണം. പഠന ദിവസം ഗ്രാമത്തിലെ 100 കണക്കിന് ആളുകളെത്തി. സ്കൂൾ കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ രാഘവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അരുണ് മെല്ലെ പറഞ്ഞു, ചേട്ടാ, അമ്മയ്ക്ക് കിട്ടാതെ പോയ സന്തോഷം ഇനി ഈ കുട്ടികളുടെ ചിരിയിലൂടെ കിട്ടട്ടെ. രാഘവൻ പുഞ്ചിരിച്ചു. അതാണ് നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. രാഘവൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു. കയ്യിൽ 35 വർഷം തൻ്റെ മനസ്സിൽ ഭാരമായി കിടന്നിരുന്ന ആ പഴയ തപാൽ ബാഗ്. ഇന്ന് ആ ബാഗിന് ഭാരം ഉണ്ടായിരുന്നില്ല. കാരണം അതിലെ അവസാന കത്തും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു.
രാഘവനും അരുണും മീനാക്ഷി സ്മൃതി വായനശാല എന്ന ബോർഡിലേക്ക് നോക്കി ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നു. രാഘവൻ മെല്ലെ പറയുന്നു, കത്തെത്തുന്നത് കടലാസല്ല, ചിലപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. അമ്മയെ ഉള്ളപ്പോൾ സ്നേഹിക്കൂ, പിന്നീട് കണ്ണുനീർ മാത്രം ബാക്കി വരാതിരിക്കട്ടെ. ജീവിതത്തിൽ ചില സത്യങ്ങൾ വൈകിയാകും നമ്മുടെ മുന്നിലെത്തുക. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ ജീവിതകഥ മുഴുവൻ അറിയാൻ ശ്രമിക്കുക. ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല. ഒരു ചെറിയ ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിറവേറ്റുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. അതിനാൽ നന്മ ചെയ്യുക. കാരണം ഒരു ചെറിയ നന്മ പോലും വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമാകാം. ചില നിശബ്ദതകൾക്ക് പിന്നിൽ നമ്മളറിയാത്ത വലിയ ത്യാഗങ്ങൾ ഒളിഞ്ഞിരിക്കും. സ്നേഹിക്കുന്നവരെ അവർ ഉള്ളപ്പോൾ തന്നെ സ്നേഹിക്കൂ. കാരണം സമയം ഒരിക്കലും തിരികെ വരില്ല. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.